കാഞ്ചിക്ക് ശേഷം GN കൃഷ്ണകുമാർ ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് ടിയാൻ. പിന്നെ 2 വർഷത്തിൽ കൂടുതൽ മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്ത ചിത്രമാണ്. ഒരുപാട് സീക്രട്ടായിട്ട്, അതായത് ഷൂട്ടിംഗ് വിവരങ്ങളൊന്നും ഇവർ പുറത്തു വിട്ടിരുന്നില്ല. അങ്ങനെ ഒരുപാട് സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ടിയാൻ. അപ്പം ഇതുകൊണ്ടെല്ലാം തന്നെ ഞാനിത് ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. ഇതിലെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് അഭിനയിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ മുരളി ഗോപി, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, നക്ഷത്ര ഇന്ദ്രജിത്ത്, അനന്യ, സുരാജ് വെഞ്ഞാറമൂട്, രാഹുൽ മാധവ്, അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഓരോരോ അവരുടേതായ ഒരു സ്ക്രീൻ സ്പേസ് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ആരും അങ്ങനെ നോട്ടീസ് ചെയ്യാണ്ടൊന്നും പോയിട്ടില്ല. പിന്നെ മെയിൻ സ്ക്രീൻ പ്രസൻസ് പടത്തിനുള്ളത് ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമാണ്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ടൊരു പ്ലോട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ മുരളി ഗോപി ഒരു ആൾദൈവം പോലെ ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ അവിടെ ഉണ്ടാകുന്ന കുറേ സോഷ്യൽ ഇഷ്യൂസും അതിനിടയിൽ നടക്കുന്ന പൊളിറ്റിക്സും അങ്ങനെ വലിയൊരു കഥ ഇത് പറയുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ട് തന്നെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ വളരെ പെർഫെക്റ്റായിട്ട് ചിത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റാണ്. അതായത് ഒരു ഡയലോഗ് പോലും സിനിമയിൽ ആവശ്യമില്ലാണ്ട് വന്നിട്ടില്ല. ഒരു സീക്വൻസ് പോലും, എല്ലാം അതിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡയലോഗ്സ് ആയിരുന്നു. സീനുകളായാലും കഥയായാലും എല്ലാം അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു എക്സിക്യൂഷൻ തന്നെയാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് കൊണ്ട് ഡയറക്ടർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുള്ളതുകൊണ്ട് അവരെല്ലാവരെയും മാനേജ് ചെയ്യേണ്ടത് ഒരു ശ്രമകരമായ ജോലി തന്നെയായിരുന്നു. അതിൽ ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് സീൻസ് ഉള്ളതുകൊണ്ട് ഡയറക്ടർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ എടുക്കുന്നതിൽ. അതിൽ പുള്ളി സക്സസ്ഫുള്ളി തന്നെ പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടം. അത് നല്ല രീതിയിലുള്ള ഡയറക്ഷനായിരുന്നു. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. ഒരു ഡെസേർട്ടഡ് ഫീൽ, ആ ഒരു ടോൺ, ആ ഒരു കളർ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സീൻ. ഒരു ഏകദേശം ഒരു ഉച്ച ഫീലൊക്കെ കിട്ടുന്ന, ഒരു മണൽ കാറ്റൊക്കെ അടിക്കുന്ന പോലെയുള്ളൊരു ടോൺ, അത് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഫ്രെയിംസ് തന്നെയായിരുന്നു. നല്ല സിനിമാറ്റോഗ്രാഫി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കതിൽ യാതൊരു കുറ്റം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഗോപിസുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പക്ഷേ ഒരു വേറെ ടൈപ്പുള്ള ഒരു ഇൻസ്ട്രുമെൻസും അതിൻ്റെ ഫീലിനോട് തികച്ചും ചേർന്ന് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോസ്റ്റ് ഇൻ്റർവെൽ, അതായത് ഇൻ്റർവെല്ലിനെ തൊട്ട് കഴിഞ്ഞുള്ള ഒരു പോർഷനിൽ കുറച്ച് ഒരു ടോൺ മാറ്റി കുറച്ച് ഇലക്ട്രിക്കൊക്കെ ആക്കി നല്ല മാസ്സാക്കി പൃഥ്വിരാജിൻ്റെ അവതാർ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ മറ്റേത് സിനിമകളിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാലും ഈ സിനിമയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആ മൂഡ് നിലനിർത്തുന്നത് തന്നെയായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൂർണ്ണമായിട്ടും. പിന്നെ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് മനോജാണ്. അപ്പോൾ മാക്സിമം ക്രിസ്പായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങൊരു ലാഗില്ല. പിന്നെയും പലർക്കും തോന്നിയേക്കാം ഒരു പോസ്റ്റ് ഇൻ്റർവെൽ സീനിൽ ചെറിയൊരു ലാഗ് ഉണ്ടെന്ന്. പക്ഷേ അത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു ലാഗ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്കത് അത്ര ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ഇരുന്ന കുറച്ച് പേര് അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ്സ് എടുത്തു പറയുകയാണെങ്കിൽ കാലിക പ്രസക്തിയുള്ളൊരു കഥയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ളവർക്കും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ടിയാൻ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവ്സാണ്. പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ റോൾസ് പെർഫെക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ റോൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഒത്തിരി പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയുടെയൊക്കെ ആണെങ്കിൽ കോസ്റ്റ്യൂംസ് എല്ലാത്തിലും ആ ഫുൾ ടീം അതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എങ്ങും ഒരു പാളിച്ച പറ്റാണ്ടിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മെയിൻ നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് അതൊരു നെഗറ്റീവല്ല. ബാക്കിയുള്ള സിനിമകളിലുള്ള പോലെ ഹിന്ദി നാട്ടിൽ ചെന്നാൽ അവരെല്ലാവരും മലയാളമല്ല സംസാരിക്കുന്നത്. അവിടെ മലയാളം സംസാരിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഹിന്ദിയാണ്. അപ്പം അതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് ഫുൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും എല്ലാ ഡയലോഗും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാക്സിമം സ്ക്രീനിൻ്റെ താഴെ നോക്കി അത് വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദി അറിയാത്തവർക്ക്, എനിക്ക് അങ്ങനെ ഇത്ര ഫാസ്റ്റായിട്ട് ഹിന്ദി പറഞ്ഞാലൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാകുന്ന ഒരാളല്ല. അപ്പോൾ ഞാനത് വായിച്ച് തന്നെയാണ് എല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ സാധാരണക്കാർക്കും ഹിന്ദി അത്ര ഫ്ലുവൻ്റായിട്ട് അറിയാത്തവർക്കും ഇത് ചെറിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾക്കൊന്നും അത്ര എങ്ങനെ മനസ്സിലാവുന്നൊരു കഥയായിട്ട് തോന്നുന്നില്ല. കൂടുതലൊരു സോഷ്യൽ ഇഷ്യൂ ഹാൻഡിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതൊരു സീരിയസ് മൂഡ് തന്നെയാണ് പടം. അപ്പോൾ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യുക, ഫൺ കോമഡി അങ്ങനെയൊന്നും ഈ പടത്തിലില്ല. ഒരു സീരിയസ് പടമാണ്. അത് അതിൻ്റെ ഒരു ഇതിൽ തന്നെ കാണണം.
പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെയോ ഇൻ്റലക്ച്വൽ ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കും എന്നെനിക്കറിയില്ല. ഈ സിനിമ തികച്ചും ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ, അതായത് സാമൂഹിക സംബന്ധിത പ്രസക്തിയുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് സിനിമ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിനുണ്ട്. പിന്നെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഇവരുടെ ഒരു കോംബോ, പിന്നെ മുരളി ഗോപി, ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു സ്ക്രീൻ പ്രസൻസ് കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അപ്പം ഈ പടം കാണാതിരിക്കാനായിട്ട് യാതൊരു റീസണും ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്, അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് ഈ സിനിമയിലുള്ളൊരു സംശയം എന്ന് വെച്ചാൽ ഈ സിനിമ റേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴൊക്കെ കണ്ടായിരുന്നു ID പ്രൂഫ് കാണിക്കണം എന്നൊക്കെ. പക്ഷേ എന്തിനാണ് ഈ സിനിമയ്ക്ക് റേറ്റ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കസബയ്ക്ക് വരെ U-bar റേറ്റിംഗ് കൊടുത്തിട്ടുള്ള നമ്മുടെ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് മാത്രം എന്തുകൊണ്ട് റേറ്റ് കൊടുത്തെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3.5 കൊടുക്കും. ഇത് കാരണം നല്ലൊരു കഥയാണ്, എല്ലാവരുടെയും സ്ക്രീൻ പെർഫോമൻസസ്, പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ തെറ്റുകളൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളിതിന് 3.5 തന്നെ കൊടുക്കും. അപ്പോൾ എൻ്റെ റേറ്റിംഗ് 3.5 ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, റിവ്യൂസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. വ്യൂ ഇച്ചിരി കിട്ടുന്ന കുറവാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ റിവ്യൂസും ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. എൻ്റെ റിവ്യൂവിൽ എന്തെങ്കിലും മിസ്റ്റേക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് അടുത്ത എൻ്റെ വീഡിയോയിൽ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.